എന്തുവാടേ ഇത്? ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ മൊത്തം ഇത് മാത്രമേ ഉള്ളല്ലോ ഇപ്പൊ. ഓ, എന്റെ പൊന്നോ. ഓ, ഇജാതിരി കത്രയക്കാരെയും കോലുകളിക്കാരെയും കണ്ടും തോറ്റു. ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവനും ഇതാ പരിപാടി. ഇത്തരം ആളുകള് സംഭവം ഇതുണ്ടല്ലോ, ഇതൊരു സീരിയൽ, തമിഴ് സീരിയലിനകത്ത് ഒരു ഭാഗമാണ്, റിയാലിറ്റി അല്ല. ഇമാതിരി ആളുകൾ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഭയങ്കര വിഷയം വന്നേക്കുന്നത്. ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേന് എന്തെങ്കിലും മനസ്സിലെ ചിന്തകൾ കൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നുന്ന ആളുകൾ അങ്ങ് തമ്മിൽ കല്യാണം കഴിക്കുവാണ്. ആണും പെണ്ണും. ഇവന്റെ ഇവളുമാരുടെയൊക്കെ തന്തയും തള്ളയൊക്കെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇമാരി കുറെ മലമാണങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു. ഇതൊക്കെ ഇത് ഇങ്ങനെയൊക്കെ വരുന്നത് ഇതുങ്ങൾക്ക് ഇപ്പൊ ഒരാണും കല്യാണം കഴിച്ച അവിടെ പുതിയ തലമുറ ഉണ്ടാവുമോ? കൊച്ചുങ്ങൾ ഉണ്ടാവുമോ? രണ്ട് പെണ്ണും കല്യാണം കഴിച്ചാൽ കൊച്ചുങ്ങൾ ഉണ്ടാവുമോ? ഇല്ലല്ലോ. പിന്നെ ഇമാരി മലമാണങ്ങളൊക്കെ കയറി കല്യാണം കഴിച്ചിട്ട് ഈ മനുഷ്യ വംശത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തുന്ന പരിപാടി, ഇതിനൊന്നും കൂട്ടുവയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല, നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ അതുകൊണ്ട് ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് തന്നെ ഇരിക്കും. അതിന് ആരൊക്കെ വന്ന് എന്ത് തെറി പറഞ്ഞാലും കുഴപ്പമില്ല. ഇമാരി ഐറ്റംസിനെ, കത്രികക്കാരെയും അതുപോലെ തന്നെ കോല് കണിക്കാരെയും നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും. നമ്മൾ എതിർക്കുന്നു. ഇമാരി റോക്കറ്റുകളൊന്നും ഉണ്ടാവാതിരിക്കണം ഈ ഭൂമിയിൽ തന്നെ, ഇനി ഉണ്ടാവരുത്. സത്യം പറഞ്ഞാൽ സർക്കാർ ഇതിനൊക്കെ കൂട്ടി നിൽക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. സർക്കാർ ഒരിക്കലും ഈ സ്വവർഗാനുരാഗത്തെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാര്യം അറിയോ, ഈ ഏതെങ്കിലും ഒരു പാർട്ടി ആയിരിക്കുമല്ലോ ഭരിക്കുന്നേ. നിങ്ങളുടെ പാർട്ടിക്കൊക്കെയും നാളുകളിൽ പ്രവർത്തകർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻകൂലം മുന്നോട്ട് പോകണം, എന്നാലേ ഇതൊക്കെ പിന്നെ ആളുകൾ ഉണ്ടാകത്തുള്ളൂ. ഇതുപോലത്തെ കുറെ ഞരമ്പ് രോഗികൾ കാണിക്കുന്ന കോപ്പായത്തിന് കൂട്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ പാർട്ടിയും ഇല്ലാതെ പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് കൂട്ടി നിൽക്കരുതേ.